ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിനകത്ത് നമ്മൾ മോളിക്കുലാർ ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നുള്ള മൈക്രോബയോളജീൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ MCQs ആണ് കേട്ടോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് PCR എന്ന് പറയുന്ന ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇതും കൂടാണ്ട് ടെക്നിക്സ് ഉണ്ട്, അതിൻ്റെ MCQസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ PCRൻ്റെ എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കൊടുത്തിട്ടുണ്ട്. ആ ടൈപ്സിൽ ഞാൻ പ്രത്യേകം പറയുകയാണ്, എല്ലാ ടൈപ്സും അങ്ങനെ പഠിക്കണം എന്നില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനകത്ത് ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് RT-PCR, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് QPCR എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, QPCR അതുവരെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മളിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു പോവാണ്. അത് അത്ര ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, അതിന് മുന്നേ ഉള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് MCQൻ്റെ ഡിസ്കഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ PCRൻ്റെ MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെയാണ്. PCR എന്താണെന്ന് അറിയാലോ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ ടെക്നിക്കാണ്. നമ്മൾ ഫ്യൂ കോപ്പീസ് ഓഫ് DNA ഒരുപാട് തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ PCR ടെക്നിക്ക് നമ്മൾ ചെയ്യുന്നുള്ളത്. ഇത് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് കാരി മുള്ളീസ് ആണ്. ഇതിനകത്ത് ദ പർപ്പസ് ഓഫ് PCR ഈസ് ടു മേക്ക് ഹ്യൂജ് നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ജീൻ. ഒരു ജീനിൻ്റെ ഹ്യൂജ് നമ്പർ ഓഫ് കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എ ഫാസ്റ്റ്, റോബസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ടെക്നിക്കാണ് ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം സ്മോൾ സാമ്പിൾസ്. അല്ലേ, സ്മോൾ സാമ്പിൾസ്, അതായത് നമ്മളിപ്പോൾ ബ്ലഡിൽ നിന്നായാലും ഫീസസിൽ നിന്നായാലും സ്കിന്നിൽ നിന്നായാലും നമുക്ക് കിട്ടുന്നില്ല ആ സ്മോൾ സാമ്പിൾസിൽ നിന്ന് കിട്ടുന്നില്ല നമുക്ക് DNA മില്യൺസ് ഓഫ് കോപ്പീസ് ആക്കാൻ പറ്റുന്നുള്ള ഒരു ടെക്നിക്കാണ് ഇത് PCR എന്ന് പറയുന്നത്. അപ്പോൾ ഈ PCRൻ്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, വൺസ് DNA ഈസ് എക്സ്ട്രാക്റ്റഡ്, നമ്മൾ DNA എക്സ്ട്രാക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടെക്നിക്സ് ആർ വെരി സിമിലർ റിഗാർഡ്ലെസ് ഓഫ് ദ ടാക്സോണമി ഓഫ് ദ സ്റ്റഡി ഓഫ് ഓർഗാനിസം. അപ്പോൾ ഏതൊരു ഓർഗാനിസത്തിൻ്റെയും നമുക്ക് ഒരുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിഫറെൻറ്റ് ഓർഗാൻസ് ഉണ്ടെങ്കിൽ DNA എല്ലാവരുടെയും DNA ആണല്ലോ, അപ്പോൾ നമുക്ക് സിമിലർ ആണ്, എല്ലാത്തിൻ്റെയും മെത്തേഡ് സിമിലർ ആണ്. ഈ DNA ടെക്നിക്ക് എങ്ങനെയാണ് പോസിബിൾ ആയത്? ഒരു പോളിമറൈസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളിത് ചെയ്യുന്നുള്ളത്. ആ പോളിമറൈസ് എൻസൈമിൻ്റെ പേരാണ് ടാക് പോളിമറേസ്. അതൊരു DNA പോളിമറൈസ് എൻസൈമാണ്. DNA പോളിമറൈസ് എന്ന് വെച്ചാൽ നമ്മൾ DNA റെപ്ലിക്കേഷനിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ആ DNA പോളിമറൈസ് എൻസൈം എന്തിന് എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ബാക്ടീരിയ, തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്നുള്ള ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. ഈ ബാക്ടീരിയ എവിടെ നിന്നാണ് നമ്മൾ ഡിസ്കവർ ചെയ്തത്? ഫ്രം യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഹോട്ട് സ്പ്രിങ്സ്. അപ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ബാക്ടീരിയയാണ് ഈ തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന എൻസൈം. അതിനകത്തു നിന്നാണ് ഈ ടാക് പോളിമറൈസ് അല്ലെങ്കിൽ ഈ DNA പോളിമറൈസ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ DNA പോളിമറൈസ് എന്ന് പറയുന്നത് ഈ ആംപ്ലിഫിക്കേഷൻ റിയാക്ഷനകത്ത് ഹൈ ടെമ്പറേച്ചറിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ടാക് പോളിമറൈസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള മറ്റു ഓർഗാനിസത്തിൽ നിന്ന് എടുക്കുന്ന DNA പോളിമറൈസ് ആണെങ്കിൽ അവർ ഡീനേച്ചർ ചെയ്യാൻ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ടാക് പോളിമറൈസ് യൂസ് ചെയ്യുന്നത്. So, and the method relies on thermal cycling instrument യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് ഹീറ്റിങ്ങും കൂളിങ്ങും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? DNA മെൽറ്റിങ്ങിനും അതുപോലെ തന്നെ എൻസൈമാറ്റിക് റെപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് റിപ്പീറ്റഡ് കൂളിങ്ങും അതുപോലെ തന്നെ ഹീറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓർഗാൻസ് ആയിരിക്കണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓർഗാൻസത്തിന്, അല്ലെ, ഓരോ പർട്ടിക്കുലർ ഓർഗാൻസത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പാത്തജൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഓർഗാൻസത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില ഡിസീസിൻ്റെയൊക്കെ ഏർലി ഡയഗ്നോസിസിന് ഈ PCR ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറൻസിക് സയൻസ്, ഇപ്പോൾ നമ്മുടെ ക്രിമിനൽസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജീൻ തെറാപ്പിയിൽ, മ്യൂട്ടേഷൻ ഡിറ്റക്ഷൻസിൽ, ഇവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ PCR യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാണ്ട് എവല്യൂഷണറി സ്റ്റഡീസിലും PCR യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണം ഒരു PCR ടെക്നോളജിക്കകത്ത്? ഒരു തെർമൽ സൈക്ലർ വേണം. നമ്മൾ പറഞ്ഞു ഹീറ്റ് ചെയ്യുന്നുണ്ട്, കൂൾ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തെർമൽ സൈക്ലർ, അതാണ് ഹീറ്റ്സ് ആൻഡ് കൂൾസ് ദ റിയാക്ഷൻ ട്യൂബ്സ്. ആ റിയാക്ഷൻ ട്യൂബിനെ ഹീറ്റ് ചെയ്യുന്നതും കൂൾ ചെയ്യുന്നതും ഈ തെർമൽ സൈക്ലറാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് DNA ടെംപ്ലേറ്റ് വേണം, വിച്ച് മീൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ DNA റീജിയൻ ദ ടാർഗറ്റ് ടു ബി ആംപ്ലിഫൈഡ്. നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു DNA ഉണ്ടല്ലോ, അപ്പോൾ ആ DNA റീജിയൻ അടങ്ങിയിരിക്കുന്നുള്ള ഒരു
എന്ത് വേണം, DNA ടെംപ്ലേറ്റ് വേണം. ദ സോഴ്സ് ഓഫ് DNA ഫോർ ദ PCR ആംപ്ലിഫിക്കേഷൻ അല്ലേ, അതാണ് നമ്മുടെ PCR ആംപ്ലിഫിക്കേഷൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ DNA പ്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് DNA പ്യൂരിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതിനകത്ത് എക്സ്ട്രാ നമുക്ക് വേണ്ടാതിട്ടുള്ള കണ്ടാമിനൻസ് ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. കാരണം അവിടെ നമുക്ക് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ DNA ടെംപ്ലേറ്റ് കിട്ടി. പിന്നെ പ്രൈമേഴ്സ് വേണം, പെയർ ഓഫ് പ്രൈമേഴ്സ് വേണം. പ്രൈമേഴ്സ് എന്താണെന്നറിയാലോ, DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ്, ഷോർട്ടായിട്ടുള്ള ആർട്ടിഫിഷ്യൽ DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ടാർഗറ്റ് റീജിയൺ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അവരുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഇവർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. that are complementary to the 3' ends of each forward and 5' ends of the antisense strand of the DNA target. അപ്പോൾ DNA ടാർഗറ്റിൻ്റെ 3' ends ഫോർവേഡ് റിയാക്ഷനിൽ 3' എൻഡും അതുപോലെ തന്നെ റിവേഴ്സ് ആണെങ്കിൽ അവിടെ 5' എൻഡും ആയിരിക്കും. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് 18 to 30 ന്യൂക്ലിയോടൈഡ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഷോർട്ട് ഫ്രാഗ്മെൻ്റ് ആയിരിക്കണം ഇത് നമ്മുടെ പ്രൈമേഴ്സിൻ്റെ പെയർ എന്ന് പറയുന്നത്. പിന്നെ മാസ്റ്റർ മിക്സ് വേണം. ആ മിക്സിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, ബഫർ സൊല്യൂഷൻ ഉണ്ട്. ബഫർ സൊല്യൂഷൻ എന്തിനാണ്, pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ എൻസൈംസ് ഒക്കെ ആക്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ അവർക്കൊക്കെ pH മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ബഫർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ Mg2+ അയോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എൻസൈംസിൻ്റെ കോഫാക്ടേഴ്സ്. എൻസൈംസ് കോഫാക്ടറായിട്ട് ബൈൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവർ ആക്ടിവേറ്റഡ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് Mg2+ അയോൺസ് ഉണ്ട്, ബഫർ സൊല്യൂഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ എൻസൈം ടാക് പോളിമറൈസ് അല്ലേ, ടാക് പോളിമറൈസ് തെർമസ് അക്വാറ്റിക്കസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന പോളിമറൈസ്. ഈ DNA പോളിമറൈസ് എന്താ ചെയ്യുന്നത്, നമ്മുടെ DNAൻ്റെ മോണോമേഴ്സ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനെ ഇങ്ങനെ ഒന്നിച്ച് ജോയിൻ ചെയ്തുകൊണ്ട് പോകും അല്ലേ, ബൈൻഡ്സ് ദി ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. ഫ്രീ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനൊക്കെ ഇവർ ബൈൻഡ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ടാക് പോളിമറൈസ് പറഞ്ഞു. ആ പോളിമറൈസിൻ്റെ സബ്സ്ട്രേറ്റ് എന്താണ്, ഈ ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഡീഓക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് വേണം. അതായത് ഇപ്പോൾ DN സംടൈംസ് നമുക്ക് എന്ത് പറയാം, ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ട്രൈഫോസ്ഫേറ്റ്, ഇതിനെയാണ് നമ്മുടെ എന്താണ് DNA ആക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നുള്ള മോണോമേഴ്സ്. ഇതിനെയാണ് DNA പോളിമറൈസ് ഇങ്ങനെ എന്താണ് ജോയിൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് മാസ്റ്റർ മിക്സിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഫ്രീ ന്യൂക്ലിയസ് വാട്ടർ ഉണ്ട്. അതായത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്താണ് കുറച്ച് വാട്ടർ ആണല്ലോ, അതാണ് ഫ്രീ ന്യൂക്ലിയസ് വാട്ടർ എന്ന് പറയുന്നത്. അതിന് പ്രൊസീജിയർ പറയുമ്പോൾ ഇവിടെ PCR കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് 25 to 40 റിപ്പീറ്റഡ് ടെമ്പറേച്ചർ ചേഞ്ച്. അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ് ഡീനാച്ചുറേഷൻ നടക്കും, അനീലിംഗ് നടക്കും, പ്രൈമർ എക്സ്റ്റൻഷൻ നടക്കും. എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്സ്, ഡീനാച്ചുറേഷൻ, നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ ഡീനാച്ചുറേഷൻ, പിന്നെ പ്രൈമർ അനീലിംഗ്, പ്രൈമർ പോയിട്ട് അതുമായിട്ട് ഒന്നിച്ച് ചേരും, പിന്നെ ആ പ്രൈമറിൻ്റെ എക്സ്റ്റൻഷൻ. ഇതാണ് 3ആയിട്ട് നടക്കുന്ന സ്റ്റെപ്സ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് റിപ്പീറ്റഡ് ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നുണ്ട്, അതിനാണ് നമ്മൾ സൈക്കിൾസ് എന്ന് പറഞ്ഞത്. 25 to 40 റിപ്പീറ്റഡ് ടെമ്പറേച്ചർ ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. 94 to 96 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്യും, ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് വരെ. 1 to 9 മിനിറ്റ്സ് നമ്മളതിനെ ഹീറ്റ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റാണ് ഈ നമ്മുടെ ഹോട്ട് സ്റ്റാർട്ട് PCR എന്ന് പറഞ്ഞില്ലേ, ആ ഹീറ്റാണ് നമ്മുടെ എന്താണ് DNA മെൽറ്റ് ചെയ്യുന്നതും നമ്മുടെ DNA പോളിമറൈസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ആദ്യം നമ്മളതിനൊന്ന് ഹീറ്റ് ചെയ്യുന്നു. പിന്നെയാണ് ഡീനാച്ചുറേഷൻ. This step is the first regular cycling event and consists of heating the reaction to 94 to 98 degrees Celsius for 30 seconds to 1 minute. It causes the DNA to melt off the DNA table by disrupting the hydrogen bonds between the complementary bases yielding a single stranded DNA molecules. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് DNA മോളിക്യൂൾ കിട്ടും. അങ്ങനെ സിംഗിൾ സ്റ്റാൻഡ് ആയാൽ മാത്രമേ നമ്മുടെ പ്രൈമറിന് പോയിട്ട് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡീനാച്ചുറേഷൻ ചെയ്യുന്നത്. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 1 to 10 minutes ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു 1 minute 330 seconds to 1 minute ആണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ DNA പോളിമറൈസ് എൻസൈംസ് ഒക്കെ ആക്ടിവേറ്റഡ് ആവും, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഒക്കെ മാറിയിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചർ 95 ഡിഗ്രി സെൽഷ്യസ് നേരെ കുറച്ച് 50 to 65 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കും. എത്രയാണ്, 50 to 65 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കും. അതും ഒരു 1 minute മാത്രമേ നടക്കുന്നുള്ളൂ. ആ സമയത്ത് ആ ടെമ്പറേച്ചർ കുറക്കുമ്പോൾ എന്താണ്, നമ്മുടെ അനീലിംഗ് ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ പ്രൈമേഴ്സ് പോയിട്ട് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ടെംപ്ലേറ്റുമായിട്ട് അവർ ബൈൻഡ് ചെയ്യും. Okay, stable DNA hydrogen bonds are only formed when the primer sequences very closely matches the template sequence. അപ്പോൾ ഈ പ്രൈമർ നമ്മുടെ ടെംപ്ലേറ്റ് സീക്വൻസുമായിട്ട് അത്രയും മാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവർ തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പോളിമേഴ്സ് എന്താണ്, നമ്മുടെ പ്രൈമർ ടെംപ്ലേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ദ പോളിമറൈസ് ബൈൻഡ് ടു ദ
പ്രൈമർ ടെംപ്ലേറ്റ് ഹൈബ്രിഡ്. അവർ രണ്ടും പ്രൈമറും ടെംപ്ലേറ്റും നമ്മൾ ബൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പോളിമറൈസ് പോയിട്ട് അവിടെ ബൈൻഡ് ചെയ്തിട്ട് ഓരോ ന്യൂക്ലിയോടൈഡിനെ ആയിട്ട് ആഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതാണ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. സോ ദ ടെമ്പറേച്ചർ അറ്റ് ദിസ് സ്റ്റെപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ DNA പോളിമറൈസ് യൂസ്ഡ്. അപ്പോൾ ഏത് DNA പോളിമറൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് ഈ എക്സ്റ്റൻഷൻ സ്റ്റെപ്പിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. ടാക് പോളിമറൈസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 75 to 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ കോമൺലി 72 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ പുതിയ DNA സ്ട്രാൻഡ്സിന്, അതായത് നമ്മുടെ ന്യൂക്ലിയോടൈഡ്സിന് ആഡ് ചെയ്തുകൊണ്ട് പോകും. ആര്? നമ്മുടെ എൻസൈംസ്. ഏത് ഡയറക്ഷനിൽ? 5' to 3 ഡയറക്ഷനിൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ്സിന് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി എത്ര നേരം അവർ എക്സ്റ്റെൻഡ് ചെയ്യും? എക്സ്റ്റൻഷൻ ടൈപ്പ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ DNA പോളിമറൈസും അതുപോലെ തന്നെ ആ DNAൻ്റെ ഫ്രാഗ്മെൻറ്റും, എത്രത്തോളം ഫ്രാഗ്മെൻറ്റിൽ നമുക്ക് DNA എടുക്കാനുണ്ട് അതിനെ വെച്ചിട്ടാണ് നമുക്ക് ഈ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുന്നത്. ആസ് എ റൂൾ ഓഫ് തമ്പ്, ആസ് ഇറ്റ്സ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ദി DNA പോളിമറൈസ് വിൽ പോളിമറൈസ് 1000 ബേസസ് പെർ മിനിറ്റ്. അപ്പോൾ 1000 ബേസസ് ആണ് ഒരു മിനിറ്റിനകത്ത് ഇവർ ചെയ്യുന്നുള്ളത്. അണ്ടർ ഒപ്റ്റിമം കണ്ടീഷൻ, ദാറ്റ് ഈസ് ഇഫ് ദർ ആർ നോ ലിമിറ്റേഷൻസ്, ഒരു ലിമിറ്റേഷൻസും ഇല്ലെങ്കിൽ ഓരോ എക്സ്റ്റൻഷൻ സ്റ്റെപ്പിലും ഈ എമൗണ്ട് ഓഫ് DNA ടാർഗറ്റ് ഡബിൾ ചെയ്തുകൊണ്ടേ വരും. അതായത് അവർക്ക് നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓരോ മിനിറ്റിലും ഓരോ സ്റ്റെപ്പിലും ഈ DNA ഡബിൾ ചെയ്തുകൊണ്ടേ വരും. ഇനി ഫൈനൽ ഇലോങ്ങേഷൻ. ഫൈനൽ ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ പെർഫോംഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 70 to 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 5 to 15 മിനിറ്റ്. അവിടെ എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഒക്കെ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്തു. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനൽ ഇലോങ്ങേഷൻ സ്റ്റെപ്പ് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റെപ്പ് അവിടെ 35 സൈക്കിൾസ് ഉണ്ട്. ഡീനാച്ചുറേഷൻ്റെ ടെമ്പറേച്ചർ, അനീലിംഗ് ടെമ്പറേച്ചർ, എക്സ്റ്റൻഷൻ, ഫൈനൽ ഇലോങ്ങേഷൻ. അപ്പോൾ ഇത്രയാണ് ഇത് നമ്മൾ പറയാനുള്ളത്. നമ്മുടെ ഈ PCR കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാണ്ടഡ് ജീൻ, നമ്മുടെ ടെംപ്ലേറ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സൈക്കിൾ, സെക്കൻഡ് സൈക്കിൾ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഫസ്റ്റ് സൈക്കിളിൽ ഇത് 2 ആയിട്ട് മാറും. സെക്കൻഡ് സൈക്കിൾ ഈ 2 4 ആയിട്ട് മാറും. പിന്നെ ഇത് ഇങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ പോളിമറൈസ് എൻസൈംസ് യൂസ് ചെയ്യുന്നുള്ളത്? It is called polymerase because the only enzyme used in the reaction is DNA polymerase. പിന്നെ കാൽക്കുലേറ്റിംഗ് അനീലിംഗ് ടെമ്പറേച്ചർ ഓഫ് എ പ്രൈമർ. അനീലിംഗ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് പ്രൈമേഴ്സ് എന്താണ്? ഒരു ലയോഫിലൈസ്ഡ് ഫോമിലായിരിക്കണം നമുക്ക് കിട്ടിയിട്ടുണ്ടാവേണ്ടത്. സോ ഡിസോൾവ്ഡ് ഇൻ ദ ഡീഅയണൈസ്ഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ആസ് റെക്കമെൻഡഡ് ബൈ പ്രൊവൈഡർ ടു ഗിവ് എ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് 100 mol per microliter. ദിസ് ഈസ് സ്റ്റോക്ക് സൊല്യൂഷൻ. അതായിരിക്കും സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റോക്ക് സൊല്യൂഷനിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈമേഴ്സിന് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളത് എടുക്കുന്ന വരേക്കും അതിന് നമ്മൾ എവിടെ പ്രിസർവ് ചെയ്യണം? ഡീപ്പ് ഫ്രീസറിൽ അതിനെ പ്രിസർവ് ചെയ്തിരിക്കണം. ഓക്കെ. ടൈപ്സ് ഓഫ് PCR. PCR എന്ന് വെച്ചാൽ എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് അല്ലേ? സോ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു സിംഗിൾ DNAനെ ഒരുപാട് കോപ്പീസ് ആക്കാൻ വേണ്ടിയിട്ട്, ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സിംഗിൾ ഓർ എ ഫ്യൂ കോപ്പീസ് ഓഫ് DNAനെ നമ്മൾ എന്താക്കാണ്? ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തൗസൻഡ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് കോപ്പീസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു മോളിക്കുലർ ബയോളജിയിൽ വരുന്നുള്ള മോളിക്കുലർ മെത്തേഡാണ് ഇത്, മോളിക്കുലർ ടെക്നോളജിയാണ് ഇത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? കാരി മുള്ളീസ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1893. അപ്പോൾ മെഡിക്കൽ റിസർച്ചിലായാലും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലായാലും നമ്മുടെ ബയോളജിക്കൽ ഫീൽഡിലായാലും ബയോളജിക്കൽ റിസർച്ചിലായാലും ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു മെത്തേഡാണ്, ഒരു ടെക്നിക്കാണ് ഈ PCR എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യാം, DNA സീക്വൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, DNA ബേസ്ഡ് ഫൈലോജനീൻ്റെ കേസിൽ അപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസാണ് നമ്മുടെ PCRനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കുന്നത് PCRൻ്റെ ടൈപ്സ് ആണ്. മുള്ളീസ് നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്തിനാണ്? കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് വരുമ്പോൾ കൺവെൻഷണൽ PCR ഉണ്ട്, മൾട്ടിപ്ലക്സ് PCR ഉണ്ട്, നെസ്റ്റഡ് PCR, RT-PCR, QRT-PCR, ക്വാണ്ടിറ്റേറ്റീവ് PCR, അസംബ്ലി PCR, ടച്ച് ഡൗൺ PCR, കോളനി PCR, മീത്തൈലേഷൻ സ്പെസിഫിക് PCR, ലാംപസി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്
PCR വരുന്നുണ്ട്. മൾട്ടിപ്ലക്സ് PCR എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ പാത്തജൻസ്. മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പാത്തജൻസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുള്ളത്, മൾട്ടിപ്ലക്സ് PCR യൂസ് ചെയ്യുന്നുള്ളത്. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് PCR ചെയ്യുന്നുള്ളത്. ബൈ യൂസിങ് മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് സെറ്റ് ഈച്ച് വൺ ടാർഗറ്റ്സ് എ പർട്ടിക്കുലർ പാത്തജൻ. അപ്പോൾ മൾട്ടിപ്പിൾ പാത്തജനെയാണ് നമുക്കിവിടെ ഡിറ്റക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മൾട്ടിപ്പിൾ പാത്തജന് എന്താണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പാത്തജനെയും ടാർഗറ്റ് വെച്ചിട്ടുള്ള ഓരോ പ്രൈമേഴ്സാണ് ഇവിടെ ഉള്ളത്. ഈച്ച് വൺ ടാർഗറ്റ്സ് എ പർട്ടിക്കുലർ പാത്തജൻ. ഓരോ പ്രൈമറും ഓരോ പാത്തജനെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സ് PCR ചെയ്യുന്നത്. സോ ഇവിടെ ദിസ് പെർമിറ്റ്സ് ദ സൈമൾട്ടേനിയസ് അനാലിസിസ് ഓഫ് മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് ഇൻ എ സിംഗിൾ സാമ്പിൾ. ഒരു സാമ്പിളിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് പാത്തജൻസിനെ ഇവിടെ അനാലിസിസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് മൾട്ടിപ്ലക്സ് PCR. ഇവിടെ നമ്മുടെ നെസ്റ്റഡ് PCR, നെക്സ്റ്റ് ടൈപ്പ് നെസ്റ്റഡ് PCR. ഇവിടെ ഇൻക്രീസ് ദ സ്പെസിഫിസിറ്റി ഓഫ് DNA ആംപ്ലിഫിക്കേഷൻ. DNA ആംപ്ലിഫിക്കേഷൻ്റെ സ്പെസിഫിസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെസ്റ്റഡ് PCR യൂസ് ചെയ്യുന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? DNA ആംപ്ലിഫിക്കേഷൻ്റെ സ്പെസിഫിസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെസ്റ്റഡ് PCR യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 സെറ്റ് ഓഫ് പ്രൈമേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 2 സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഇൻ 2 സക്സസീവ് റിയാക്ഷൻസ്. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ PCR-നകത്ത് 2 സെറ്റ് ഓഫ് റിയാക്ഷൻസ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 1 പെയർ ഓഫ് പ്രൈമർ ഈസ് യൂസ്ഡ്. ഇവിടെ 2 സെറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ 1 പ്രൈമർ is used to generate DNA products. DNA productsനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ്ഡ് ടു ജനറേറ്റ് DNA products. അങ്ങനെ ഒരു പെയർ ഓഫ് പ്രൈമേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അതെന്താണ്? സെക്കൻഡ് റിയാക്ഷനിൽ ടാർഗറ്റ് ആയിരിക്കും. യൂസിങ് 1 or 2 different primers whose binding sites are located within the first set, thus increasing the specificity. So 1 ആണെങ്കിൽ നമ്മൾ അതിനെ ഹെമി നെസ്റ്റിംഗ് എന്ന് പറയും. 2 സെറ്റ് ഓഫ് പ്രൈമേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നെസ്റ്റഡ് PCR-നകത്ത്. അപ്പോൾ നെസ്റ്റഡ് PCR-നകത്ത് നമ്മൾ സ്പെസിഫിസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 റിയാക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് PCR-നകത്ത് എന്ത് നടക്കും? ഒരു പെയർ ഓഫ് പ്രൈമേഴ്സ് DNA പ്രൊഡക്ട്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതാണ് സെക്കൻഡ് റിയാക്ഷനിലെ ടാർഗറ്റ് ആയിട്ട് മാറുന്നുള്ളത്. അപ്പോൾ നമ്മൾ 1 പ്രൈമേഴ്സ് ആണെങ്കിൽ 1 പ്രൈമർ വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളതെങ്കിൽ അത് ഹെമി നെസ്റ്റിംഗ് എന്നറിയപ്പെടുന്നു. ഇതിനെല്ലാം നമ്മൾ 2 പ്രൈമേഴ്സ് ആണെങ്കിൽ അതിനെ നെസ്റ്റഡ് PCR എന്നറിയപ്പെടുന്നു. ഓക്കെ, ദെൻ യൂസസ് പറയുകയാണെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് പാത്തജൻസ് ദാറ്റ് ഒക്കർ വിത്ത് വെരി ലെസ് എമൗണ്ടിൽ കാണപ്പെടുന്നുള്ള പാത്തജൻസിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെസ്റ്റഡ്. അപ്പോൾ മൾട്ടിപ്ലക്സും നെസ്റ്റഡും ഡിഫറൻസ് മനസ്സിലായാലോ? അപ്പോൾ ഇതാണ് ഏത് നെസ്റ്റഡ് PCR-ൻ്റെ ജസ്റ്റ് ഒരു ഇമേജ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് PCR, സെക്കൻഡ് PCR എന്ന് പറഞ്ഞാൽ 2 റിയാക്ഷനായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് സീക്വൻസ് ഇതെവിടെ DNA-യും ടെംപ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് പ്രൈമേഴ്സ് വരുന്നു. ഇതാണ് ഫസ്റ്റ് DNA ടെംപ്ലേറ്റ്. ഫസ്റ്റ് സെറ്റ് പ്രൈമേഴ്സ് വരുന്നു. പിന്നെ DNA ഫസ്റ്റ് PCR റൺ മെജോറിറ്റി ഓഫ് PCR പ്രൊഡക്ട്സ്. പിന്നെ സെക്കൻഡ് സെറ്റ് പ്രൈമേഴ്സ് ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി സെറ്റ് പ്രൈമേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നു, സെക്കൻഡറി സെറ്റ് പ്രൈമേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് നമ്മുടെ നെസ്റ്റഡ് PCR. ഇനി RT-PCR, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR. അല്ലെങ്കിൽ റിയൽ ടൈം PCR. അതാണ് ഇത് RT-PCR എന്ന് പറയുന്നത്. ഇവിടെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിവേഴ്സ് ട്രാൻസ്ക്രൈബ്. അല്ല, പേരിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രൈബിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ് ടു ആംപ്ലിഫൈ RNA ടു cDNA. RNA-നെ DNA ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ PCR-ന് നമ്മൾ ആ പ്രോസസ്സിലേക്ക് വരുന്നതിന് മുന്നേ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വെച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈം എന്താണ്? RNA-നെ DNA ആക്കി മാറ്റുന്ന എൻസൈമാണ് ഏത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ PCR റൺ ചെയ്യുന്നത്. RNA-നെ cDNA ആക്കി മാറ്റുന്നു, അതിനുശേഷമാണ് ഈ PCR റൺ ചെയ്യുന്നത്. സോ ദ 2 റിയാക്ഷൻസ് മേ ബി കമ്പൈൻഡ് ഇൻ എ ട്യൂബ്. ഒരു ട്യൂബിനകത്ത് തന്നെയാണ് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഡിറ്റക്ഷൻ ഓഫ് RNA വൈറസസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിറ്റക്ഷൻ ഓഫ് അതർ മൈക്രോ ഓർഗാനിസം ത്രൂ ടാർഗറ്റിംഗ് ഓഫ് ദ റൈബോസോമൽ RNA. റൈബോസോമൽ RNA-നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവിടെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് നമ്മുടെ RT-PCR-ൻ്റെ കേസിൽ. ഇതവിടെ അതിൻ്റെ റിയൽ ടൈം ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ PCR ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നുള്ളത്. ഓക്കെ,
റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനകത്ത് RNA പ്രൈമേഴ്സ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, പോളിമറേസ്, ബഫർ റിയേജൻസ് ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് വരുന്നുള്ളത്. എന്നിട്ട് അതിനെയാണ് നമ്മൾ രണ്ടാമത് ആംപ്ലിഫൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ RT-PCR മനസ്സിലായാലും. നെക്സ്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിയൽ ടൈം PCR, QRT-PCR. നേരത്തെ RT-PCR ആയിരുന്നു, ഇവിടെ Q കൂടിയുണ്ട്, അതായത് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ മെത്തേഡ് വിച്ച് യൂസസ് ഫ്ലൂറസെൻറ്റ് ഡൈസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് എത്രത്തോളം എമൗണ്ട് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് ആ എമൗണ്ട് നമുക്ക് വേണം. ആംപ്ലിഫൈഡ് പ്രൊഡക്റ്റിൻ്റെ മെഷർ നമുക്ക് വേണം എമൗണ്ടിൽ. അതുകൊണ്ടാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് PCR എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫ്ലൂറസെൻറ്റ് ഡൈസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഏതാണ്? സൈബർ ഗ്രെയിൻ ഓർ ഫ്ലൂറസെൻസ് കണ്ടെയ്നിങ് DNA പ്രോബ്സ് സച്ച് ആസ് ടാക്മാൻ. ഇതൊക്കെയാണ് നമ്മൾ ഫ്ലൂറസെൻറ്റ് ഡൈസ് അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള DNAനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു മെഷർ ദ എമൗണ്ട് ഓഫ് ആംപ്ലിഫൈഡ് പ്രോഡക്റ്റ് ആസ് ദ ആംപ്ലിഫിക്കേഷൻ പ്രോഗ്രസസ്. അപ്പോൾ ഈ ആംപ്ലിഫിക്കേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എത്രത്തോളം പ്രൊഡക്റ്റ് അവിടെ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ പ്രോഗ്രസ് ഓഫ് DNA ആംപ്ലിഫിക്കേഷൻ ഡ്യൂറിങ് RT-PCR. ഒരു RT-PCRൻ്റെ ടൈമിൽ അവിടെ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്, എത്രത്തോളം അവിടെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ബൈ മെഷറിങ് ദ റിലീസ് ഓഫ് ഫ്ലൂറസെൻറ്റ് ഫ്ലാഷ്. അതായത് ആ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, ആ ഫ്ലൂറസെൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഈ കമ്പ്യൂട്ടർ ഉണ്ട്, ആ കമ്പ്യൂട്ടറാണ് എത്രത്തോളം അത് ഫ്ലാഷ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം അത് ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമ്മൾ നോക്കുന്നത്. അതെങ്ങനെയാണ്? ഇൻ 96 സൈമൾട്ടേനിയസ് എക്സ്പെരിമെൻ്റൽ റിയാക്ഷൻ റിലേറ്റീവ് ടു എ കൺട്രോൾ റിയാക്ഷൻ. ഇവിടെ നമ്മൾ കൺട്രോൾ വെക്കുന്നുണ്ട്. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ കൺട്രോളിന് ഒരു കളറായിരിക്കും, എക്സ്പെരിമെൻ്റലിന് ഒരു കളറായിരിക്കും. എന്നിട്ട് ആ കമ്പ്യൂട്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്? ആ കളറിൻ്റെ ബേസിസിൽ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കിട്ടും, എത്രത്തോളം ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർ കറക്റ്റായിട്ട് കിട്ടും. നെക്സ്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് PCR. നേരത്തെ ക്വാണ്ടിറ്റേറ്റീവ് RT-PCR പറഞ്ഞത്, ക്വാണ്ടിറ്റേറ്റീവ് PCR. ഇതും എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്പെസിഫിക് എമൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഇത് ചെയ്യുന്നുണ്ടാവുക. ക്വാണ്ടിറ്റേറ്റീവ് PCR ഒരു DNA സാമ്പിളിൻ്റെയോ RNA സാമ്പിളിൻ്റെയോ. സോ ബൈ മെഷറിംഗ് ദ ആംപ്ലിഫിക്കേഷൻ ഓൺലി വിത്തിൻ ദ ഫേസ് ഓഫ് ട്രൂ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് മെഷേർഡ് പ്രൊഡക്റ്റ് മോർ ആക്യുറേറ്റ്ലി റിഫ്ലെക്ട്സ് ദ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ദ ടാർഗറ്റ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നുള്ളത്? എന്തിനാണ് മെഷർ ചെയ്യുന്നുള്ളത്? ബൈ മെഷറിങ് ആംപ്ലിഫിക്കേഷൻ ഓൺലി വിത്തിൻ ദ ഫേസ് ഓഫ് ട്രൂ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ്. അതായത് ആ പ്രോഗ്രസ് നടക്കുന്നില്ലേ, ആ ടൈമിലാണ് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റിനെ മെഷർ ചെയ്യുന്നത്. സോ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ടാർഗറ്റിനേക്കാളും ആക്യുറേറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ മെഷർ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് ഇനീഷ്യൽ പ്രൊഡക്റ്റ് എത്രയായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് സ്പെഷ്യൽ തെർമൽ സൈക്കിൾസ് ആർ യൂസ്ഡ് ടു മോണിറ്റർ ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഡ്യൂറിങ് ദ ആംപ്ലിഫിക്കേഷൻ. അവിടെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള തെർമൽ സൈക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹോട്ട് സ്റ്റാർട്ട് PCR. ഹോട്ട് സ്റ്റാർട്ട് PCR എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടെക്നിക് പെർഫോംഡ് മാനുവലി ബൈ ഹീറ്റിംഗ് ദ റിയാക്ഷൻ കോമ്പൗണ്ട്സ്. എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ടെക്നിക് പെർഫോംഡ് മാനുവലി നമ്മൾ ചെയ്യുന്നതാണ്. ബൈ ഹീറ്റിംഗ് ദ റിയാക്ഷൻ കോമ്പോണൻസിന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. എത്ര ടെമ്പറേച്ചറിൽ? 95 ഡിഗ്രി സെൽഷ്യസ് പോലുള്ള ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ DNA മെൽറ്റിംഗ് ടെമ്പറേച്ചറാണ് കേട്ടോ ഈ ടെമ്പറേച്ചർ, ഡീനേച്ചർ എന്നുള്ള ആ ടെമ്പറേച്ചർ വരെ നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ടാണ് പോളിമറൈസ് എൻസൈമിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതാണ് ഹോട്ട് സ്റ്റാർട്ട്. ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ PCR സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഹോട്ട് സ്റ്റാർട്ട്. ഇനി ടച്ച് ഡൗൺ PCR. ഇറ്റ് ഈസ് ദ ടൈപ്പ് ദ അനീലിംഗ് ടെമ്പറേച്ചർ ഈസ് ഗ്രാജുവലി ഡിക്രീസ്ഡ് ഇൻ ലേറ്റർ സൈക്കിൾസ്. അപ്പോൾ അനീലിംഗ് ടെമ്പറേച്ചർ ഇവിടെ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. ഇതിനകത്ത് ടച്ച് ഡൗൺ എന്ന് പറയുമ്പോൾ ഡിക്രീസ് ചെയ്യുക. സോ അനീലിംഗ് ടെമ്പറേച്ചർ ഇവിടെ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുക. സോ യൂഷ്വലി ദ അനീലിംഗ് ടെമ്പറേച്ചർ ഇൻ ദ ഏർലി സൈക്കിൾസ് എപ്പോഴും എത്രയായിരിക്കും? 3 to 5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പിന്നെ എന്താണ്? വൈൽ ദ ലേറ്റർ സൈക്കിൾസ് എപ്പോഴും എന്താണ്? വൈൽ ഇൻ ദ ലേറ്റർ സൈക്കിൾസ് ഇറ്റ് ഈസ് എ സിമിലർ എമൗണ്ട് ബിലോ ദ TM. അപ്പോൾ എന്താണ്? ഈ 3 to 5 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ഇതിൻ്റെ അനീലിംഗ് ടെമ്പറേച്ചർ വരിക. നമ്മളത് മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് ടച്ച് ഡൗൺ PCR ആവുന്നു. ദ ഇനീഷ്യൽ ഹയർ അനീലിംഗ് ടെമ്പറേച്ചർ ലീഡ്സ് ടു ഗ്രേറ്റർ സ്പെസിഫിസിറ്റി. ഹയർ അനീലിംഗ് ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ സ്പെസിഫിസിറ്റി കൂടുതലായിരിക്കും. പക്ഷേ എന്താണ്? ലോവർ ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ മോർ ആംപ്ലിഫിക്കേഷൻ നടക്കും, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ നടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ചെയ്യുന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന
ടച്ച് ഡൗൺ PCR ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇത് അനിലിൻ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞാൽ ലേറ്റസ്റ്റ് സൈക്കിൾസിലാണ് നമ്മുടെ അനിലിൻ ടെമ്പറേച്ചർ കുറക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അവിടെ പ്രൈമർ ബൈൻഡിങ് സ്പെസിഫിക് ആയിട്ട് നടക്കില്ല. സ്പെസിഫിസിറ്റി വേണം പ്രൈമർ ബൈൻഡിങ്ങിന് അല്ലേ. അപ്പോൾ ഇനീഷ്യലി എന്താണ് അവിടെ സ്പെസിഫിക് പ്രൈമർ ബൈൻഡിങ് നടക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വരുന്നുള്ളത്. അങ്ങനെ ടെമ്പറേച്ചർ കുറക്കുമ്പോൾ ആംപ്ലിഫിക്കേഷൻ അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ അതാണ് ഏത് നമ്മളിപ്പോൾ പറഞ്ഞത് ടച്ച് ഡൗൺ PCR. ഇനി ഒന്നുകൂടി ഉണ്ട് അസംബ്ലി PCR. ഒന്നുകൂടി അല്ല, അസംബ്ലി PCR ആണ് നെക്സ്റ്റ് ടൈപ്പ്. ഇതിന് നമ്മൾ എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്, പോളിമറേസ് സൈക്ലിംഗ് അസംബ്ലി അല്ലെങ്കിൽ PCA എന്നുകൂടി അറിയപ്പെടുന്നു. പോളിമറേസ് സൈക്ലിംഗ് അസംബ്ലി അല്ലെങ്കിൽ PCA എന്നുകൂടി അറിയപ്പെടുന്നു, അസംബ്ലി PCR. ഇവിടെ ഇൻ ദിസ് ടൈപ്പ് സിന്തസിസ് ഓഫ് ലോങ് DNA സ്ട്രക്ചേഴ്സ്, ലോങ് DNA സ്ട്രക്ചേഴ്സിൻ്റെ സിന്തസിസ് ആണ് നടക്കുന്നത്. എങ്ങനെ, ബൈ പെർഫോമിങ് PCR on a pool of long oligonucleotides with short overlapping segments to assemble 2 or more pieces of DNA into one piece. ഇവിടെ എന്താണ്, നമ്മൾ ഒരുപാട് ഒളിഗോന്യൂക്ലിയോടൈഡ്സ് അല്ലെ, ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ DNA ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ആ ഒരു പൂളിലാണ് നമ്മൾ ഏത് ചെയ്യുന്നുള്ളത്, PCR റൺ ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു ലോങ് DNA സ്ട്രക്ചർ വേണം. അതാണ് അസംബ്ലി PCR എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ PCR ഉണ്ട്, അത് പ്രൈമേഴ്സുമായിട്ടാണ്. എന്നിട്ട് എന്താണ് സെക്കൻഡ് PCR ഉണ്ട്. സെക്കൻഡ് PCR എന്ന് പറയുമ്പോൾ അതിനകത്താണ് ഫുൾ ലെങ്ത് ആയിട്ടുള്ള നമ്മുടെ DNA മോളിക്യൂളിനെ നമുക്ക് ലോങ് സ്ട്രക്ചറിന് വേണമെന്നല്ലേ പറഞ്ഞത്, അത് കിട്ടുന്നുള്ളത് സെക്കൻഡ് PCR-നാണ്. This technique may substitute for ligation based assembly. ligation based assemblyക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രാഗ്മെൻറ്റ്സിനെ ആഡ് ചെയ്യും, എന്നിട്ടാണ് നമുക്കത് അസംബ്ലി ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളത് ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു, വലിയ ലെങ്ത്തുള്ള ഒരു നമ്മുടെ എന്താണ് DNA മോളിക്യൂളിനെ നമുക്ക് കിട്ടുന്നു, അസംബ്ലി PCR. ഇനിയാണ് കോളനി PCR. കോളനി PCR, ഇതിനകത്ത് കോളനീസിനെ നമ്മൾ ഡയറക്റ്റ്ലി എന്താണ് സ്ക്രീൻ ചെയ്യുകയാണ് ചെയ്യുക. ബാക്ടീരിയൽ കോളനീസിനെ ഡയറക്റ്റ്ലി സ്ക്രീൻ ചെയ്യും ഇതിനകത്ത് കോളനി PCR-നകത്ത്. ഫോർ എക്സാമ്പിൾ ദ സ്ക്രീൻ ഫോർ കറക്റ്റ് DNA വെക്ടർ കൺസ്ട്രക്ട്സ്. അപ്പോൾ കോളനീസ് ആർ സാമ്പിൾഡ് വിത്ത് സ്റ്റെറൈൽ പിപ്പറ്റ് ടിപ്പ്. അപ്പോൾ ഒരു പിപ്പറ്റ് ടിപ്പ് വെച്ചിട്ട് നമ്മൾ കോളനീസിന് സാമ്പിൾ എടുക്കും. എന്നിട്ട് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സെൽസ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു എ PCR മിക്സ്. അതിനുശേഷം നമ്മൾ PCR മിക്സിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യും, എന്നിട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് മീത്തൈലേഷൻ സ്പെസിഫിക് PCR, MSP, മീത്തൈലേഷൻ സ്പെസിഫിക് PCR. ഇവിടെ നമ്മൾ DNA മീത്തൈലേഷൻ ചെയ്യുന്നുണ്ട്. മീത്തൈലേഷൻ ചെയ്യുന്നതല്ല, DNA മീത്തൈലൈറ്റഡ് ആയിട്ടുള്ള DNAനെ നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ഇതിനകത്ത് മീത്തൈലൈറ്റഡ് ആയിട്ടുള്ള DNAനെ ഐഡൻറ്റിഫൈ ആണ് ഇവിടെ ചെയ്യുന്നുള്ളത്. അപ്പോൾ മീത്തൈലേഷൻ എവിടെയാണ് നടക്കുക, സൈറ്റോസിൻ ഗുവാനോസിൻ എൻസിലാണ് ഇത് നടക്കുക, സൈറ്റോസിൻ ഗുവാനോസിനിലാണ് ഇവിടെ നടക്കുക. അപ്പോൾ അവിടെ മീത്തൈലേറ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ CpG ഐലൻഡ്സ് ആർ കൺസേൺഡ് ഇൻ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ മാമേലിയൻ സെൽസ്. അപ്പോൾ ഈ മീത്തൈലേറ്റഡ് DNAക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, അവർ ജീൻ എക്സ്പ്രഷനിൽ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷനിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് DNAനെ നമ്മൾ എന്തുമായിട്ട് ആദ്യം ട്രീറ്റ് ചെയ്യും, സോഡിയം ബൈസൾഫേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ അൺമീത്തൈലേറ്റഡ് ആക്കി മാറ്റും, വിച്ച് ഈസ് അൺമീത്തൈലേറ്റഡ് സൈറ്റോസിൻ ബേസസ് ടു യുറാസിൽ. അൺമീത്തൈലേറ്റഡ് ആയിട്ടുള്ള സൈറ്റോസിനെ നമ്മൾ എന്താക്കി മാറ്റും, യുറാസിലാക്കി മാറ്റും. അതെന്തിനും കോംപ്ലിമെൻ്ററി ആണ്, അഡിനോസിന് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നുള്ളത്. ഏതുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത്, സോഡിയം ബൈസൾഫേറ്റ്. ഇവിടെ 2 ആംപ്ലിഫിക്കേഷൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ബൈസൾഫേറ്റഡ് ട്രീറ്റഡ് DNAനെ നമ്മൾ 2 ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. methylation specific PCR. So one primer set anneals to DNA with 2 എണ്ണം ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ, അതിനൊന്നാണ് methylation specific PCR. methylation specific PCR. So one primer set anneals to DNA with cytosine. So one primer set എന്താണ് സൈറ്റോസിനുള്ള DNA ആയിട്ട് അനീൽ ചെയ്യും, അതർ സെറ്റ് എന്ത് ചെയ്യും യുറാസിലുമായിട്ട് അനീൽ ചെയ്യും. നെക്സ്റ്റ് MSP methylation specific PCR. It is used in quantitative PCR, provides quantitative information about the methylation state of the given CpG island. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്വാണ്ടിറ്റേറ്റീവ് PCR റൺ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയാണ് ലാംപ് അസ്സേ. ലാംപ് അസ്സേ എന്ന് പറയുമ്പോൾ ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ.
ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ ആണ് ലാംപെസെ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ടൈപ്പ് ഓഫ് PCR, മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് PCR ആണ്. അതിനകത്ത് നമ്മൾ 3:6 പ്രൈം മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വൺ ഓഫ് ദം ഈസ് ലൂപ്പ് ലൈക്ക് പ്രൈമർ, ഒന്ന് ലൂപ്പ് ലൈക്ക് പ്രൈമർ ആയിരിക്കും, അതുകൊണ്ടാണ് ലൂപ്പ് മീഡിയേറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ ബാസിലസ് തുറിഞ്ചിൻസിസ് സ്റ്റിയറോതെർമൽ, ഇവിടെ ഈ എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. BST പോളിമറൈസ് എൻസൈം, BST പോളിമറൈസ് എന്ന് പറയുമ്പോൾ ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് DNA പോളിമറൈസ് എൻസൈമിനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് PCR അണ്ടറിൽ വരുന്നുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലാമ്പ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ മീൻ PCR പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിഫൈഡ് PCR ശേഷം പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. അതിന് മുന്നേ പറഞ്ഞ PCRs ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ലാമ്പ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ലൂപ്പ് മീഡിയേറ്റഡ് LAMP ആണ് ഇതെങ്കിലും ഇതിൻ്റെ ഫുൾ ഫോം വരിക ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല അല്ലേ. ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ ആണ്, ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ ആണ്, അത് മാറരുത്. ഇവിടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് തെർമൽ സൈക്ലേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ PCR കേസിൽ എന്താ പറയുക, ഇതൊരു മോഡിഫൈഡ് PCR ഫോമാണ്. PCRൽ നമുക്ക് ഡീനാച്ചുറേഷൻ ഒരു ടെമ്പറേച്ചർ, അനീലിംഗ് ഒരു ടെമ്പറേച്ചർ, എക്സ്റ്റൻഷൻ ഒരു ടെമ്പറേച്ചറാണ്. ലാമ്പിൻ്റെ കേസിൽ നമുക്ക് ഒരേ ടെമ്പറേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു 60 to 65 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെർമൽ സൈക്ലറിൻ്റെ ആവശ്യമില്ല. ഇവിടെ പിന്നെ സ്ട്രാൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നുള്ളത്. സ്ട്രാൻഡിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നുള്ളത്, അതും കൂടി ഓർത്ത് നോക്കുക. DNA സ്ട്രാൻഡിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു കാര്യം, 4 to 6 പ്രൈമേഴ്സ് നമുക്ക് ആവശ്യമാണ്. 4 നിർബന്ധമാണ്, 4 പ്രൈമേഴ്സ് ഇവിടെ മസ്റ്റാണ്. പിന്നെ 6 പ്രൈമേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ 4 നിർബന്ധം, പിന്നെ ഒരു +2 നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്ട്രാൻഡ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ സാധാരണ DNA സ്ട്രാൻഡ് ഉണ്ടാവും. ഓക്കെ, എത്ര സ്ട്രാൻഡ് ഉള്ളത്? DNA സ്ട്രാൻഡ് 4 എണ്ണമാണ് ഇവിടെ വരുന്നുള്ളത്. അതിനകത്ത് എന്ന് പറയുമ്പോൾ 4 പ്രൈമേഴ്സ് വേണമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഫോർവേഡ് പ്രൈമർ, ഒരു ബാക്ക്വേർഡ് പ്രൈമർ, ഫോർവേഡ് പ്രൈമർ, ബാക്ക്വേർഡ് പ്രൈമർ, പിന്നെ ഫോർവേഡ് ഇൻറ്റേർണൽ പ്രൈമർ, ബാക്ക്വേർഡ് ഇൻറ്റേർണൽ പ്രൈമർ, അങ്ങനെ 4 പ്രൈമേഴ്സാണ് ഉള്ളത്. പിന്നെ 2 എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൈമേഴ്സ് മറക്കരുത്, ഫോർവേഡ്, ബാക്ക്വേർഡ്, ഫോർവേഡ് ഇൻറ്റേർണൽ പ്രൈമർ, ബാക്ക്വേർഡ് ഇൻറ്റേർണൽ പ്രൈമർ, അങ്ങനെ 4 ഉണ്ട്. ഇവിടെ നമ്മുടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇങ്ങനെതാ നമ്മളെ ഒരു DNA സ്ട്രാൻഡ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മുടെ DNA സ്ട്രാൻഡ് ഉണ്ടാവില്ല, അങ്ങനെ 2 DNA സ്ട്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആര് വരുന്നു? ഒരു ഔട്ടർ പ്രൈമർ വരുന്നു. ആര് വരുന്നു? ഔട്ടർ പ്രൈമർ വരുന്നു. സോറി, ഇത് AFഉം Bയും ഔട്ടർ പ്രൈമേഴ്സാണ്. FIPയും BIPയും ഇതെന്താ പറഞ്ഞത്? ഫോർവേഡ് പ്രൈമർ, ഇത് ബാക്ക്വേർഡ് പ്രൈമർ, ഇത് 2 ഔട്ടർ പ്രൈമേഴ്സാണ്. 2 ഔട്ടർ പ്രൈമറും 2 ഇന്നർ പ്രൈമറാണ് ഉണ്ടാവുക കേട്ടോ. ഇന്നർ പ്രൈമർ എന്ന് പറയുമ്പോൾ ഫോർവേഡ് ഇൻറ്റേർണൽ പ്രൈമറുണ്ട്, ബാക്ക്വേർഡ് ഇൻറ്റേർണൽ പ്രൈമറുണ്ട്. അപ്പോൾ ഒരു ഔട്ടർ പ്രൈമർ വരുന്നു. ആ ഔട്ടർ പ്രൈമർ വരുമ്പോൾ ഈ സ്ട്രാൻഡിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇതെന്താവുന്നു? ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്, അതിനകത്തേക്കൊരു ഫോർവേഡ് പ്രൈമർ, ഔട്ടർ പ്രൈമർ, അതൊരു ഔട്ടർ പ്രൈമറാണ്. അത് വരുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബാക്ക്വേർഡ് പ്രൈമറും വരും കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു അല്ലേ. എവിടെയാണോ പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ മറ്റതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു. ആ മറ്റതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിങ്ങനെയായിട്ടാണ് പോവുക. അതായത് ഇങ്ങനെയുള്ള സ്റ്റാൻഡായിരുന്നു അല്ലേ, ഇങ്ങനെയുള്ള സ്റ്റാൻഡായിരുന്നു. ആ സ്റ്റാൻഡിലേക്കാണ് പുതിയതായിട്ട് ഒരാൾ വന്നത്. അവരിങ്ങനെ വരുമ്പോൾ ഇതെന്തായിട്ട് മാറുന്നു? ഇത്രയും ഭാഗം ഇങ്ങനെ ബെൻഡായിട്ട് മാറുന്നു. ഇതെന്തായിട്ട് മാറുന്നു? ഇങ്ങനെയായിട്ട് മാറുന്നു. എന്നിട്ട് ഇത് പിന്നീട് എന്താവും? ഒരു ലൂപ്പായിട്ട് ഫോം ചെയ്യും. ഇത് പിന്നീട് എന്താണ്? ഒരു ലൂപ്പായിട്ട് ഫോം ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ലൂപ്പായിട്ട് ഇത് മാറും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൂപ്പ് മീഡിയേറ്റഡ് അല്ലേ, എന്തായിരുന്നു? ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിനകത്ത് ആനിമേഷൻ നോക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, LMP ആനിമേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഈ സാധനങ്ങൾ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് നോക്കുക. അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം ഓർക്കാനുള്ളത്, ഇവിടെ തെർമൽ സൈക്ലറിൻ്റെ ആവശ്യമില്ല. 60 to 65 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുന്നത്. 4 പ്രൈമേഴ്സ് ഉണ്ട്. 2 പ്രൈമർ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യാം. 4 പ്രൈമേഴ്സിനകത്ത് 2 എണ്ണം എന്താണ്? ഔട്ടർ പ്രൈമറും 2 എണ്ണം ഇന്നർ പ്രൈമറുമാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. സാധാരണ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഒരു പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ഒരു സ്റ്റാൻഡുമായിട്ട് പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ മറ്റതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ മറ്റത് എന്തായിട്ട് മാറും? ഒരു ലൂപ്പായിട്ട് മാറും. അതുകൊണ്ടാണ് ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്യൂബിൽ ഒന്ന് നോക്കണേ.
ഓക്കെ, PCR നിങ്ങൾ യൂട്യൂബിനകത്ത് നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ മൊത്തം കൺഫ്യൂസ് ആവും, കാരണം അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കും കേട്ടോ. അതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? എന്താണ് പ്രൈമറി പർപ്പസ്? നമ്മൾ ഇത്രയും പഠിച്ചു. അതിനകത്ത് എന്തായിരുന്നു മെയിൻ ഉദ്ദേശം? ഒരു ഡബിൾ സ്റ്റാൻഡേർഡിനെ നമുക്ക് ഒരുപാട് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആക്കി മാറ്റണം അല്ലേ, അതായത് അതിനെ ആംപ്ലിഫൈ ചെയ്യണം. അതാണ് ഓപ്ഷൻ ബി. ഓക്കെ, വിച്ച് എൻസൈം ഈസ് എസെൻഷ്യൽ ഫോർ ദ PCR പ്രോസസ്? ഏതാണ് നമ്മൾക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നുള്ള എൻസൈം എന്ന് പറയുന്നത്? DNA പോളിമറൈസ് ആണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ശരിക്കും ടാക് പോളിമറൈസ് എന്നായിരുന്നു പറയേണ്ടത് അല്ലേ. ടാക് പോളിമറൈസ് എവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്തെന്നൊക്കെ പഠിക്കണേ. വാട്ട് ഈസ് ദ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഫോർ റേഞ്ച് ഫോർ ഡീനാച്ചുറേഷൻ സ്റ്റെപ്പ് ഇൻ PCR? എന്താണ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ റേഞ്ച് എന്നുള്ളത്? ഡീനാച്ചുറേഷൻ ആണ്, ഹൈ ടെമ്പറേച്ചർ ആണ്. ഏതായിരിക്കും? 94 to 98 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിച്ച് കോമ്പോണൻറ്റ് ആക്ട് ആസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ ന്യൂ DNA സിന്തസിസ് ഇൻ PCR? PCR കേസിൽ നമ്മുടെ DNA സിന്തസിസിന് വേണ്ടി ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? സാധാരണ ഒരു DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിയോട്ടൈഡ് ആണ്. വലിയൊരു പോളിമർ ആണ്. അതിൻ്റെ മോണോമർ എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ നമ്മൾ DNA ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ന്യൂക്ലിയോടൈഡ്സ് വേണം അല്ലേ. അപ്പോൾ DNTPs ആണ് അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ആഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രൈമേഴ്സ്? പ്രൈമേഴ്സിൻ്റെ റോൾ എന്താണ്? ടു ബ്രേക്ക് ഹൈഡ്രജൻ ബോൺസ് ഇൻ DNA. അത് പ്രൈമേഴ്സിൻ്റെ റോൾ അല്ല അല്ലേ, അത് ഡീനാച്ചുറേഷൻ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് നടക്കുന്നുണ്ട്. ടു ഇനീഷ്യേറ്റ് DNA സിന്തസിസ്, ടു പ്രൊവൈഡ് എനർജി ഫോർ ദ റിയാക്ഷൻ, ടു ഡീഗ്രേഡ് അൺവാണ്ടഡ് DNA. അതിനകത്ത് എന്താണ്? DNA സിന്തസിസ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണ് പ്രൈമറിൻ്റെ റോളായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ടെമ്പറേച്ചർ ഫോർ അനീലിംഗ് സ്റ്റെപ്പ് ഇൻ PCR? മെയിനായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്? അനീലിങ്ങിൻ്റെ ടെമ്പറേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പ്രൈമർ യൂസ് ചെയ്യുന്ന പ്രൈമറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും എന്താണ് 94 to 98 ഡിഗ്രി സെൽഷ്യസ് ഒന്നുമല്ല, ഒരു 94 to 98 എന്തിനാണ്? നമ്മുടെ ഫസ്റ്റ് ഡീനാച്ചുറേഷൻ്റെ ആണ്. പിന്നെ അനീലിംഗ് ആണ് വരുന്നത്. പിന്നെ എക്സ്റ്റൻഷൻ ആണ് ഒരു 72 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്നത്. 50 to 65 ഡിഗ്രി സെൽഷ്യസിലാണ് അനീലിംഗ് നടക്കുക. അപ്പോൾ ഓപ്ഷൻ സി. വിച്ച് DNA പോളിമറൈസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ PCR? ഏത് DNA പോളിമറൈസ് ആണ്? ഏതാണ്? നമ്മൾ പറഞ്ഞു ടാക്, തെർമസ് അക്വാറ്റിക്കസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നത് ടാക് പോളിമറൈസ് ആണ്. ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ സോഴ്സ് ഓർഗാനിസം ഫോർ ടാക് പോളിമറൈസ്? ടാക് പോളിമറൈസ് എവിടെ നിന്ന് എടുത്താൽ ഇപ്പോൾ പറഞ്ഞുള്ളൂ അല്ലേ, തെർമസ് അക്വാറ്റിക്കസിൽ നിന്ന്. ഓപ്ഷൻ ബി. വാട്ട് ഡസ് ദ എക്സ്റ്റൻഷൻ സ്റ്റെപ്പ് ഓഫ് PCR ഇൻവോൾവ്? എക്സ്റ്റൻഷനിൽ എന്താ നടക്കുക? ഡീനാച്ചുറേഷനിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡബിൾ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറുന്നു. പ്രൈമർ എന്താണ്? അനീലിങ്ങിൻ്റെ കേസിൽ എന്താ നടക്കുന്നുള്ളത്? നമ്മുടെ പ്രൈമർ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. എക്സ്റ്റൻഷൻ്റെ കേസിൽ എന്താണ്? പ്രൈമർ ബൈൻഡ് ചെയ്യുന്നുള്ളത് ഓപ്ഷൻ എ ഏതായിരിക്കും? അനീലിംഗ് ആണ്. DNA സ്റ്റാൻഡ് സെപ്പറേഷൻ ഏതിലാണ്? ഡീനാച്ചുറേഷനിലാണ്. DNA സിന്തസിസ് ബൈ പോളിമറൈസ് ആണ് എക്സ്റ്റൻഷൻ്റെ കേസിൽ നടക്കുന്നത് അല്ലേ. നമ്മുടെ നേരത്തെ പറഞ്ഞ DNTPസിനെ ആഡ് ചെയ്തുകൊണ്ട് പോകും. ആര്? DNA പോളിമറൈസ്. ഹൗ മെനി DNA കോപ്പീസ് ആർ തിയററ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ 30 സൈക്കിൾസ് ഓഫ് PCR? PCR സ്റ്റാർട്ടിങ് വിത്ത് 1 മോളിക്യൂൾ. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് 1 മോളിക്യൂളാണ്. അപ്പോൾ എത്ര കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 30 സൈക്കിൾസ് കഴിയുമ്പോൾ പഠിച്ചോളൂ 1 ബില്യൺ, ഓവർ 1 ബില്യൺ ആണ് കേട്ടോ. ഞാൻ ആ തന്നിരിക്കുന്ന വീഡിയോയിൽ സൈഡിൽ എവിടെയോ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പിക്ചറിൽ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എത്രയാണ്? ഓവർ 1 ബില്യൺ ആണ് നമ്മൾ 30 സൈക്കിൾസിനകത്ത് ഉണ്ടാക്കുന്നുള്ളത്. പഠിച്ചു നോക്കണേ. 30 സൈക്കിൾസ് അതാണ് പൊതുവേ നമ്മളെല്ലാ ഫിഗറിനകത്തൊക്കെ കാണാറുള്ളത്. അപ്പോൾ 30 സൈക്കിൾസ് എത്രയാണ്? ഓവർ 1 ബില്യൺ കോപ്പീസ് ഉണ്ടാക്കും. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് Mg2+ ഇൻ ദ PCR ബഫർ? നമ്മളെന്താ പറഞ്ഞത്? Mg2+ അതിനകത്ത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തിനാണ്? അതൊരു കോഫാക്ടറാണ് നമ്മുടെ എൻസൈംസിന് വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റെബിലൈസ് DNA സ്റ്റാൻഡ്സ്, ആക്ട് ആസ് എ കോഫാക്ടർ ഫോർ ടാക് പോളിമറൈസ്, ഡീഗ്രേഡ് കണ്ടാമിനൻസ്, പ്രൊവൈഡ് എനർജി ഫോർ ദ റിയാക്ഷൻ. സോ ടാക് പോളിമറൈസിന് ഒരു കോഫാക്ടറായിട്ടാണ് Mg2+ ആക്ട് ചെയ്യുന്നത്. വിച്ച് സ്റ്റെപ്പ് ഓഫ് PCR എൻഷ്യൂർസ് സ്പെസിഫിസിറ്റി ഓഫ് ദ റിയാക്ഷൻ? ഇതിനകത്ത് ഏത് സ്റ്റെപ്പാണ് സ്പെസിഫിസിറ്റി എൻഷ്യൂർ ചെയ്യുന്നുള്ളത്? ഡീനാച്ചുറേഷനിൽ വലിയ കാര്യമൊന്നും വരാനില്ല. അനീലിംഗ് ആണോ അതോ എക്സ്റ്റൻഷൻ ആണോ? അനീലിങ്ങിലാണ് സ്പെസിഫിസിറ്റി അല്ലേ. ആ പ്രൈമർ, സ്പെസിഫിക് പ്രൈമറാണ് പോയിട്ട് അവിടെ ബൈൻഡ് ചെയ്യുന്നുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ എന്താ നടക്കുന്നത്? RNAനെ DNA ആക്കി മാറ്റുകയാണ് ചെയ്യുന്നുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ടെംപ്ലേറ്റ് ആരാണ്? RNA ആണ് അല്ലേ. RNA ആണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്. വിച്ച് സ്റ്റെപ്പ് ഒക്കേഴ്സ് ഫസ്റ്റ് ഇൻ PCR? PCRൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡീനാച്ചുറേഷൻ നടക്കണം. അതിനുശേഷം അനീലിംഗ്, അതിനുശേഷം എക്സ്റ്റൻഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ. വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ PCR ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് PCR? QPCR പറഞ്ഞാൽ എന്തായിരുന്നു? ക്വാണ്ടിറ്റേറ്റീവ് PCR. എന്താണ് കീ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളത്?
QPCRനകത്ത് ക്വാണ്ടിഫൈസ് എന്താണ് DNA ഇൻ റിയൽ ടൈം അല്ലേ. QPCRനകത്ത് ആ റിയൽ ടൈമിൽ എത്രത്തോളം DNAs ഉണ്ടായി, എത്രത്തോളം ആംപ്ലിഫിക്കേഷൻ നടന്നു എന്നുള്ള ക്വാണ്ടിഫൈ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് QPCR. ഓപ്ഷൻ ബി ഒന്നും അല്ലല്ലോ അല്ലേ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സൈക്കിൾ നമ്പർ ഫോർ സ്റ്റാൻഡേർഡ് PCR? സാധാരണ എത്രയാണ് ഉണ്ടാവുക ഒരു ടിപ്പിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി 25 to 35 സൈക്കിൾസ് ഒക്കെയാണ്. ആ 30 സൈക്കിൾസിനാണ് നമ്മൾ ഓവർ 1 ബില്യൺ പറഞ്ഞത്. ഓക്കെ, വാട്ട് ടെക്നിക് ഈസ് കോമൺലി യൂസ്ഡ് ടു അനലൈസ് PCR പ്രൊഡക്ട്സ്? ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന PCR പ്രൊഡക്ട്സിനെ നമ്മൾ അനലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസ് അതെന്താണ്? DNA സെപ്പറേഷൻ ടെക്നിക്കാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ PCR പ്രൊഡക്ട്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ഇൻ PCR എക്സ്പോണൻഷ്യൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA occurs during which phase? എക്സ്പോണൻഷ്യൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുള്ളത് ഏത് ഫേസിലായിരിക്കും? ലോഗ് ഫേസിലായിരിക്കും. ഓക്കെ, നമ്മൾ ബാക്ടീരിയൻ്റെ ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് ലോഗ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടെയാണ് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെയും എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് ലോഗ് ഫേസിലാണ്. വിച്ച് കോമ്പോണൻറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ PCR? PCRനകത്ത് നമുക്ക് DNA ടെംപ്ലേറ്റ് വേണം, പ്രൈമേഴ്സ് വേണം, DNA പോളിമറേസ് വേണം, ലിഗേസിൻ്റെ ആവശ്യം വരുന്നില്ല. ഹോട്ട് സ്റ്റാർട്ട് PCR ഈസ് ഡിസൈൻഡ് ടു റിഡ്യൂസ്. ഹോട്ട് സ്റ്റാർട്ട് PCR നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ആദ്യം നമ്മൾ നമ്മുടെ മെൽറ്റ് ചെയ്യും DNA അല്ലേ, ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തിനായിരിക്കും? പ്രൈം ഡൈമർ ഫോർമേഷൻ, ടെംപ്ലേറ്റ് DNA ഡീഗ്രഡേഷൻ, ആംപ്ലിഫിക്കേഷൻ എഫിഷ്യൻസി, ന്യൂക്ലിയോടൈഡ് കൺസംഷൻ. റിഡ്യൂസ് ആണ് ക്വസ്റ്റ്യൻ. പ്രൈമർ ഡൈമർ ഫോർമേഷൻ ആണ് കേട്ടോ. പ്രൈമർ ഡൈമർ ഫോർമേഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് സ്റ്റാർട്ട് PCR ചെയ്യുന്നത്. നെസ്റ്റഡ് PCR ഈസ് പ്രൈമർലി യൂസ്ഡ് ടു. നെസ്റ്റഡ് PCR നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻക്രീസ് സ്പെസിഫിസിറ്റി, റിഡ്യൂസ് ടൈം ഓഫ് ആംപ്ലിഫിക്കേഷൻ, ആംപ്ലിഫൈ RNA ഡയറക്ട്ലി, അവോയ്ഡ് യൂസിങ് പ്രൈമേഴ്സ്. ഓപ്ഷൻ എ ആയിരിക്കും തോന്നുന്നു അല്ലേ, ഇൻക്രീസ് സ്പെസിഫിസിറ്റി. അപ്പോൾ നെസ്റ്റഡ് PCRൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ചെറിയ എമൗണ്ടിലാണ് നമുക്ക് ഓർഗാനിസം ഉള്ളതെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അത് തന്നെ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തും അപ്ലൈ ചെയ്യണേ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ക്രിമിനൽ കേസ്, അവിടെ നമുക്ക് ചെറിയ എമൗണ്ടിലുള്ള സാമ്പിളേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നെസ്റ്റഡ് PCR കൊണ്ടുപോകാം. അങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ ചെറിയ ക്വാണ്ടിറ്റിയിൽ സാധനം കിട്ടുന്നുള്ളത്, ഐ മീൻ സാമ്പിൾ നമുക്ക് ഇത് കിട്ടുന്നുള്ളത്, അവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന നെസ്റ്റഡ് PCR യൂസ് ചെയ്യാം. വാട്ട് കൈൻഡ് ഓഫ് ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ന്യൂക്ലിയോടൈഡ്സ് ഡ്യൂറിങ് PCR? അതൊരു PCRൻ്റെ കേസിൽ തന്നെ വേണമെന്നില്ല. സാധാരണ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഇടയിൽ ഏത് ബോണ്ടാണ് ഉണ്ടാവുക? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഇൻഹിബിറ്റ് PCR? ഏതാണ്? എക്സസ് മാഗ്നീഷ്യം അയോൺസ്, ലോ പ്രൈമർ കോൺസെൻട്രേഷൻ, പ്രസൻസ് ഓഫ് കണ്ടാമിനൻസ് ലൈക്ക് ഹെപ്പാരിൻ. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ PCRനെ ഇൻഹിബിറ്റ് ചെയ്യാവുന്ന ഫാക്ടേഴ്സാണ്. ടച്ച് ഡൗൺ PCR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രാജുവൽ ഡിക്രീസ് ഇൻ അനീലിംഗ് ടെമ്പറേച്ചർ. അതായിരുന്നു ടച്ച് ഡൗൺ. ഓക്കെ, ഡൗൺ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഗ്രാജുവൽ ഡിക്രീസ്, ഡൗണും ഡിക്രീസും തമ്മിൽ അങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് PCR വരെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അതിന് ശേഷമുള്ളതൊക്കെ ഇതുപോലെ ഓരോരോ വേർഡ് അതുമായിട്ട് നമുക്ക് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഉണ്ട്. ഇതുപോലെ അതൊക്കെ ചോദിക്കുള്ളൂ. മറ്റേതിനകത്തൊക്കെയാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ PCR. അത് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല അല്ലേ. ഡിജിറ്റൽ PCR ഡിഫേഴ്സ് ഫ്രം കൺവെൻഷണൽ PCR ഇൻ ദാറ്റ് എന്താണ്? യൂസസ് RNA as template, requires fewer cycle, quantifies DNA molecules precisely, is faster than standard PCR. എന്താണ്? DNA മോളിക്യൂൾസിനെ പ്രിസൈസ്ലി അവർ ക്വാണ്ടിഫൈ ചെയ്യും. അതാണ് ഡിജിറ്റൽ PCR. ഓക്കെ, അടുത്ത നോക്കിയേ. വിച്ച് ടൈപ്പ് ഓഫ് PCR ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് സ്പെസിഫിക് RNA സീക്വൻസസ്? അപ്പോൾ RNA എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓർക്കുക RT-PCR ആയിരിക്കും കേട്ടോ. RT-PCR. ഇൻ വിച്ച് PCR ടെക്നിക് ആർ മൾട്ടിപ്പിൾ ടാർഗറ്റ് സീക്വൻസസ് ആംപ്ലിഫൈഡ് സൈമൾട്ടേനിയസ്ലി? മൾട്ടിപ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ടൈപ്പ് ഓഫ് PCR ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ DNA ക്വാണ്ടിഫിക്കേഷൻ ഇൻ റിയൽ ടൈം? റിയൽ ടൈമിൽ DNA ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് സാധാരണ ഏതാണ് നമ്മൾ പറഞ്ഞത്? QPCR ആണ്. Which PCR method is useful for high fidelity amplification of long DNA sequences? അപ്പോൾ ലോങ് DNA sequences ഏതായിരുന്നു? ലോങ് PCR ആയിരുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ കീ ഫീച്ചർ ഓഫ് ഡിജിറ്റൽ PCR? ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അതിനകത്ത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് പ്രിസൈസ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് DNA വിത്തൗട്ട് സ്റ്റാൻഡേർഡ് കർവ്സ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കർവ്സ് ഒന്നുമില്ലാതെ പ്രിസൈസ് ആയിട്ടുള്ള ക്വാണ്ടിഫിക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. Which type of PCR reduces non-specific amplification?
by using a lower annealing temperature in the early cycles then gradually increasing it. അതേതാണ് ടച്ച് ഡൗൺ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ടച്ച് ഡൗൺ അനീലിംഗ് ടെമ്പറേച്ചർ കുറക്കുന്നത്. വിച്ച് PCR വേരിയൻ്റ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു മിനിമൈസ് പ്രൈമർ ഡൈമർ ഫോർമേഷൻ? നമ്മളെന്താ പറഞ്ഞത്, പ്രൈമർ ഡൈമർ ഫോർമേഷൻ ഹോട്ട് സ്റ്റാർട്ടായിരുന്നു അല്ലേ. വിച്ച് PCR മെത്തേഡ് ഇൻവോൾവ്സ് 2 sets ഓഫ് പ്രൈമേഴ്സ് ടു ഇൻക്രീസ് ദ സ്പെസിഫിസിറ്റി ഓഫ് ആംപ്ലിഫിക്കേഷൻ? നമ്മളതിനകത്ത് ഏതാണ് ആംപ്ലിഫിക്കേഷൻ്റെ സ്പെസിഫിസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്? അതും 2 സെറ്റ് ഓഫ് പ്രൈമേഴ്സ് യൂസ് ചെയ്തിട്ട്, അതാണ് നെസ്റ്റഡ് PCR. വിച്ച് PCR ടെക്നിക് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹൈ ത്രൂപുട്ട് DNA അനാലിസിസ് ബൈ ക്വാണ്ടിഫൈയിങ് എ സിംഗിൾ മോളിക്യൂൾ ഓഫ് DNA? അപ്പോൾ ഇവിടെ എന്താണ്, ഹൈ ത്രൂപുട്ട് DNA അനാലിസിസ് ബൈ ക്വാണ്ടിഫൈയിങ് എ സിംഗിൾ മോളിക്യൂൾ ഓഫ് DNA ആണെങ്കിൽ ഡിജിറ്റൽ PCR ആയിരിക്കും കേട്ടോ. Which type of PCR is used to amplify specific DNA sequences while simultaneously analyzing gene expression levels? അപ്പോൾ എന്താണ്, ആംപ്ലിഫൈ സ്പെസിഫിക് DNA sequences while simultaneously analyzing gene expression levels കൂടി അനലൈസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അതെന്താണ്, RT-PCR ആണ്. ഓക്കെ, RT-PCR കൂടിയാണ്. ജീൻ എക്സ്പ്രഷൻ ലെവൽസ് വരുമ്പോൾ അതേതാണ്, RT-PCR ആണ്. Which type of PCR involves converting RNA into complementary DNA before amplification? RNA ഏതിനകത്താണ് DNA ആക്കി മാറ്റുന്നുള്ളത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് റിയൽ ടൈം PCR ഓവർ ട്രഡീഷണൽ PCR? എന്താണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്? എന്താണ്, അവിടെ ക്വാണ്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിയൽ ടൈമിൽ DNA ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. വാട്ട് ഡിസ്റ്റിങ്വിഷസ് ഡിജിറ്റൽ PCR ഫ്രം ക്വാണ്ടിറ്റേറ്റീവ് PCR? അതൊന്ന് പഠിച്ചു നോക്കണം. എന്താണ് ഡിജിറ്റൽ PCR-ഉം ക്വാണ്ടിറ്റേറ്റീവ് PCR തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിജിറ്റൽ PCR പ്രൊവൈഡ്സ് അബ്സല്യൂട്ട് ക്വാണ്ടിഫിക്കേഷൻ. എന്താണ്, അബ്സല്യൂട്ട് ക്വാണ്ടിഫിക്കേഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് PCR ഈസ് യൂസ്ഡ് ഫോർ ആംപ്ലിഫൈങ് മൾട്ടിപ്പിൾ ടാർഗറ്റ് സീക്വൻസസ് ഇൻ എ സിംഗിൾ റിയാക്ഷൻ? മൾട്ടിപ്പിൾ ടാർഗറ്റ് വന്നാൽ അപ്പം തന്നെ മൾട്ടിപ്ലക്സ് ആണ്. ഇൻ നെസ്റ്റഡ് PCR വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് 2 sets ഓഫ് പ്രൈമേഴ്സ്? നമ്മൾ പറഞ്ഞു 2 സെറ്റ് പ്രൈമർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് നോൺ സ്പെസിഫിക് ആംപ്ലിഫിക്കേഷൻ, അതായിരിക്കാം അല്ലേ. നോൺ സ്പെസിഫിക് ആംപ്ലിഫിക്കേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫിക് ആംപ്ലിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ 2 സെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് PCR ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ടു ഡിറ്റക്ട് DNA മീഥൈലേഷൻ? ഏതാണ് നമ്മൾ പറഞ്ഞത്? ബൈസൾഫേറ്റ് PCR അല്ലേ, ബൈസൾഫേറ്റ് PCR. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടച്ച് ഡൗൺ PCR? നമ്മളെന്താ പറഞ്ഞാൽ, ഗ്രാജുവൽ ഡിക്രീസ് ഇൻ അനീലിംഗ് ടെമ്പറേച്ചർ. എന്തിനു വേണ്ടിയിട്ട്? സ്പെസിഫിസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് ടൈപ്പ് ഓഫ് PCR ഈസ് യൂസ് ടു ആംപ്ലിഫൈ DNA സീക്വൻസസ് ഫ്ലാങ്കിങ് എ നോൺ റീജിയൻ? എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് PCR ഈസ് യൂസ് ടു ആംപ്ലിഫൈ DNA സീക്വൻസസ് ഫ്ലാങ്കിങ് എ നോൺ റീജിയൻ? ഏതായിരിക്കും? ഇൻവേഴ്സ് PCR ആണ് കേട്ടോ, പഠിച്ചോക്കണേ. ഇൻവേഴ്സ് PCR. Which type of PCR involves the use of heat activated DNA polymerase? ഹോട്ട് സ്റ്റാർട്ടിലായിരുന്നു അല്ലേ, ഹീറ്റ് ആക്ടിവേറ്റഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് PCR ഈസ് ഡിസൈൻഡ് ഫോർ ആംപ്ലിഫൈങ് വെരി ലാർജ് DNA ഫ്രാഗ്മെൻറ്റ്സ്? നമ്മളെന്താ പറഞ്ഞത്, ലോങ് റേഞ്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. സോ താങ്ക് യു.